Ramji Rao speaking. വക്കീലേ, എടോ വക്കീലേ, ഞാനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്ത് നമ്മുടെ നടൻ വിജയരാഘവൻ ചേട്ടൻ്റെ വീടിനടുത്താണ്. ഇന്ന് നമുക്ക് ആ നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ്റെ വീടൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതുവഴിയാണ് നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. നമ്മൾ കോട്ടയം വരെ വന്നതാണ്, വേറൊരു ഷൂട്ടുമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വിജയരാഘവൻ ചേട്ടൻ്റെ വീടെന്ന് അറിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടനാണ്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും കോമഡി കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ നമ്മളെ മലയാളികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു നടനാണ് വിജയരാഘവൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഗോഡ് ഫാദർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു നടനായിരുന്നു. മറക്കണോ, എന്താ ഞാൻ മറക്കണ്ടേ, വക്കീലേ, അത് ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു നടനാണ് വിജയരാഘവൻ ചേട്ടൻ്റെ അച്ഛൻ. ഇതാണ് വിജയരാഘവൻ ചേട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് വിജയരാഘവൻ ചേട്ടൻ്റെ വീട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അച്ഛനായ NN പിള്ള സാറിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ വിജയരാഘവൻ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഷൂട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടുകാരും ഇല്ലായിരുന്നു, ജോലിക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വിജയരാഘവൻ ചേട്ടനെ കാണാൻ പറ്റിയില്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്, വേറൊരു ഷൂട്ടുമായിട്ട് വന്നപ്പോൾ കയറിയാണ്. നമ്മളിനി വിജയരാഘവൻ ചേട്ടൻ ഉള്ള ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വിജയരാഘവൻ ചേട്ടൻ ഉള്ള ഒരു ദിവസം നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം.